250 വർഷങ്ങൾക്ക് ശേഷം നമ്മൾ ആ പഴയ പ്രൗഢി വീണ്ടെടുത്തിരിക്കുക. അപ്പോൾ അതിൻ്റെ ഒരു ആനന്ദത്തിലാണ് കേരളത്തിൻ്റെ സംസ്കാരത്തെ ഇഷ്ടപ്പെടുന്ന ഭാരതം മുഴുവനും. അപ്പോൾ ഇന്ന് ഇതിലേറ്റവും പ്രധാനപ്പെട്ട ദിവസമാണ് മാഘമാസത്തിലെ മകനക്ഷത്രം. മാഘത്തിലെ മകാണ് മഹാമകം എന്നറിയപ്പെടുന്നത്. രാവിലെ പരശുരാമ പൂജയാണ്. കേരളം പരശുരാമന്റെ മണ്ണാണല്ലോ. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് യോഗീശ്വര പൂജയാണ്. അപ്പോൾ എല്ലാവർക്കും സന്യാസിമാരെ നമസ്കരിക്കാനും അവർ അനുഗ്രഹം വാങ്ങാനൊക്കെ ഉള്ള ഒരു സമയമാണ് ഏറ്റവും പ്രധാനപ്പെട്ട ദിവസം. ഭാരതം ഒരു ശരീരമാണ്, ഒരു ദേവതയാണ്. അതിന്റെ മൂലാധാര ചക്രമാണ് കേരളം എന്ന് പറയുന്നത്. കാശ്മീരാണ് സഹസ്രാരം എന്ന് പറയുന്നത്. അപ്പം മൂലാധാരം നേരെയാൽ ബാക്കിയൊക്കെ നേരെയാവും. ഇത് ഭാരതത്തിന്റെ പരമവൈഭവത്തിലേക്കുള്ള യാത്രയുടെ ഭാഗമാണ്. പഴയ ഭാരതം, ലോക ഗുരുവായിരുന്ന ഭാരതം, ആ അവസ്ഥയിലേക്ക് ഭാരതം എത്തിച്ചേരുന്ന നാളുകൾ നമുക്കൊക്കെ കാണാൻ സാധിക്കും എന്നുള്ളതാണ്. അതിൻ്റെ ഒരു ഭാഗമാണ് കേരള കുംഭമേള. നമസ്തേ. ജനുവരി 16-ാം തീയതി ആരംഭിച്ച മഹാമാഘ മഹോത്സവത്തിന്റെ അവസാന ദിനമാണ് ഇന്ന്. നമുക്കറിയാം, അതിമനോഹരമായി അതിഗംഭീരമായാണ് മാഘമേള തിരുനാവായയുടെ മണ്ണിൽ ഇത്രയും ദിവസം നടന്നുകൊണ്ടിരുന്നത്. അവസാന ദിനമായ ഇന്ന് എന്തൊക്കെ പ്രത്യേക പൂജകളും യാഗങ്ങളുമാണ് നടക്കാൻ പോകുന്നത് എന്ന് നമുക്ക് ശ്രീനാഥ്ജിയോട് ചോദിക്കാം. ശ്രീനാഥ്ജി, നമസ്തേ. നമസ്കാരം. എനിക്ക് തോന്നുന്നു ഒരുപാട് ദിവസത്തെ അതിഗംഭീരമായ പൂജകൾക്കും യാഗങ്ങൾക്കും ശേഷം ഇന്ന് അവസാനത്തെ ദിനമാണ്. ഇന്നത്തെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? പറഞ്ഞതുപോലെ ഒരു 271 വർഷങ്ങൾക്ക് ശേഷം നടക്കുന്ന ഒരു കാര്യമാണ്. 270 വർഷങ്ങൾക്ക് മുമ്പാണ് ഇതേപോലൊരു മാഘമേള നടന്നിരുന്നത്. പിന്നീട് ഇതൊരു വിദ്യുത് സദസ്സൊക്കെ ആയിരുന്നു. പിന്നീട് അത് മാമാങ്കം എന്ന് പറയുന്ന ഒരു യുദ്ധ സ്വഭാവത്തിലേക്ക് മാറി. എല്ലാവർക്കും മാമാങ്കത്തെക്കുറിച്ച് മാത്രമേ അറിയൂ, മഹാമാഘത്തെക്കുറിച്ച് അറിയണ്ടായിരുന്നില്ല. അതിനെക്കുറിച്ചൊക്കെ പഠിച്ച് മനസ്സിലാക്കി കൊണ്ടുവരുന്നത് മഹാമണ്ഡലേശ്വര ആനന്ദവനം ഭാരതിയാണ്. അപ്പോൾ കേരളത്തിൽ നിന്നൊരു ആചാര്യൻ നമുക്ക് ജൂനാഘാടിലേക്ക് പോയി നമ്മളെ കേരളത്തിന് സ്വന്തമായിട്ടൊരു മഹാമണ്ഡലേശ്വരന് കിട്ടിയതാണ്. അദ്ദേഹത്തിൻ്റെ വരവ് ഒരു മഹാമാഘത്തോടു കൂടിയാണ് ഇവിടെ കേരളം ആഘോഷിക്കുന്നത്. കേരളത്തിൻ്റെ വലിയൊരു മാറ്റം തന്നെയാണ്. കഴിഞ്ഞൊരു 250 വർഷങ്ങൾക്ക് ശേഷം അമ്മമാർ അല്ലെങ്കിൽ ഒന്ന് എഴുന്നേൽക്കുന്ന, കാരണം നിളക്കി പറയാനുള്ള കഥകൾ വെട്ടലിൻ്റെയും ചാവലിൻ്റെയും കഥയാണ് പറയാണ്ടായിരുന്നത് മാമാങ്കത്തിലൊക്കെ. അതൊക്കെ മറന്നു നമ്മൾ ആ പഴയ പ്രൗഢി വീണ്ടെടുത്തിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഒരു ആനന്ദത്തിലാണ് ഇന്ന് കേരളം എന്ന് പറഞ്ഞുകൂടാ, കേരളത്തിൻ്റെ സംസ്കാരത്തെ ഇഷ്ടപ്പെടുന്ന ഭാരതം മുഴുവനും. അപ്പോൾ അതിലിന്ന് അവസാന ദിവസമാണ്. ഇനിയിപ്പോൾ അടുത്ത വർഷം വരെ നമ്മൾ കാത്തിരിക്കണം. അപ്പോൾ ഇന്ന് ഇതിലേറ്റവും പ്രധാനപ്പെട്ട ദിവസമാണ് മാഘമാസത്തിലെ മകനക്ഷത്രം. ദ്വിതീയാണ് തിഥി വരുന്നത്. മാഘത്തിലെ മകാണ് മഹാമകം എന്നറിയപ്പെടുന്നത്. മഹാമകം, മാഘം എന്നുള്ളതിൻ്റെ മലയാളമാണ് മകം, നമ്മൾ മലയാളത്തിലേക്ക് കൊണ്ടുവരുന്ന സമയത്ത്. അപ്പോൾ ഇവിടെ രാവിലെ പരശുരാമ പൂജയാണ്. കാരണം അത് സാമ്പ്രദായികമായി ചെയ്യുന്ന ഒരു വലിയ ആ സമ്പ്രദായത്തിലെ ആൾക്കാരുടെ പൂജയാണ്. ആ പൂജയാണ്. കേരളം പരശുരാമൻ്റെ മണ്ണാണല്ലോ. അപ്പോൾ തീർച്ചയായിട്ടും ആ പരശുരാമനെ ക്രമം അനുസരിച്ച് പൂജിക്കുന്ന ഒരു ക്രമമാണ്. അതിലെ ഏറ്റവും പ്രധാനപ്പെട്ടത് യോഗീശ്വര പൂജയാണ്. ഈ വരുന്ന സന്യാസിമാരെ മുഴുവൻ യതിപൂജയായി പൂജിക്കുന്ന, അവർക്ക് ഭണ്ഡാര നൽകി അവരുടെ അനുഗ്രഹം വാങ്ങുന്ന, അപ്പോൾ എല്ലാവർക്കും സന്യാസിമാരെ നമസ്കരിക്കാനും അവർ അനുഗ്രഹം വാങ്ങാനൊക്കെ ഉള്ളൊരു സമയമാണ് ഏറ്റവും പ്രധാനപ്പെട്ട ദിവസം. ഇത്രയും ദിവസം ചെയ്ത പൂജകളുടെയും നടന്ന പരിപാടികളൊക്കെ ഫലം നമുക്ക് ലഭിക്കുന്നതാണ്. അപ്പം രാവിലെ മുതൽ അതിന് ആ സമയത്ത് കാര്യങ്ങളുണ്ടാവാം. അപ്പം അവസാന ദിവസം ആയതുകൊണ്ട് ഒരുപാട് പേര് വരും എന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഈ രണ്ട് കാര്യങ്ങൾ തന്നെ ഇന്നത്തെ ദിവസത്തെ പൂർണ്ണമാക്കുന്നുണ്ട്. അതോടുകൂടി ഈ മഹാമകം, ഈ വർഷത്തെ മഹാമകം പൂർണ്ണമാവുകയാണ്. എല്ലാവരോടും ഒരുപാട് നന്ദിയാണ് നമുക്ക് ഈ സമയത്ത് പറയാനുള്ളത്. കാരണം വളരെ ചെറിയ രീതിയിൽ നടത്തണം എന്ന് ആഗ്രഹിച്ച ഒരു പരിപാടി ഇതൊരു കാലഘട്ടത്തിൻ്റെ ആവശ്യമായതുകൊണ്ട് ധർമ്മദേവതയുടെ ഒരു ഉയർത്തെഴുന്നേൽപ്പ് ദേവത തീരുമാനിച്ചാണ്. അതിനുവേണ്ടി ദേവത കുറേ പേരെ തിരഞ്ഞെടുത്തു. ഇത് നടപ്പിലാക്കാൻ പറ്റും എന്ന് തോന്നുന്ന മഹാമണ്ഡലേശ്വരനെ, അദ്ദേഹത്തിന് കീഴിൽ ഒരുപാട് പേരെ തിരഞ്ഞെടുത്ത് അതിലൂടെ ദേവത തന്നെയാണ് ഇതിവിടെ നടത്തുന്നത്. ഇത് ചെയ്യുന്നതും ദേവതയാണ്, അത് കാണുന്നതും ദേവതയാണ്, അത് അനുഭവിക്കുന്നതും ദേവത തന്നെയാണ്. അങ്ങനെ വലിയ ദേവതയുടെ പലപ്പോഴും മലപ്പുറം എന്ന് പറയുന്ന സമയത്ത് നമ്മളൊരു ഫീല് പലപ്പോഴും ഇനിയൊരു മാഘത്തിൻ്റെ മലപ്പുറം എന്നാണ് നമ്മൾ പറയാം. മഹാമാഘം നടന്ന മലപ്പുറം എന്ന് പറയുന്ന തലത്തിലേക്ക് മലപ്പുറത്തിന് ഒരു പേരും കൂടി ചേർക്കുന്ന, ഒരു ആത്മീയ പേരും കൂടി ചേർക്കുന്ന ഒരു വലിയ പദവി മലപ്പുറത്തിന് കിട്ടുന്ന ഒരു കാര്യമാണ്. അതൊരു വലിയ മാറ്റമായിരിക്കും കേരളത്തിൽ. ഇതോടുകൂടി കേരളത്തിലൊരു അഖാഡ തുടങ്ങുക, കേരളത്തിൽ എല്ലാ സ്ഥലങ്ങളിലും അഖാഡകൾ തുടങ്ങുക എന്നുള്ളതൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാം. വലിയൊരു മാറ്റത്തിലേക്ക് എനിക്ക് തോന്നുന്നു കഴിഞ്ഞ ലക്ഷക്കണക്കിന് ആൾക്കാർ ആണ് പങ്കെടുത്തത്. കുംഭമേള പോലെ തന്നെ വലിങ്ങനെ സംഘാടകരോ
വലിയ പ്രവർത്തനങ്ങളൊന്നും ഇല്ലാതെ തന്നെ എല്ലാവരും വന്ന് അച്ചടക്കത്തോടു കൂടി ഭംഗിയായി ആനന്ദത്തോടു കൂടി പ്രകൃതിയിൽ ഇവിടുന്ന് പോകുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ഒരുപാട് പൂജകൾ നമ്മൾ ഒരിക്കലും കാണാത്ത പൂജകൾ കാണാത്ത ഒരുപാട് പൂജകൾ കാണാൻ പറ്റി. എനിക്ക് തോന്നുന്നു കേരളത്തിൽ ഒരു എല്ലാ സമ്പ്രദായങ്ങളും വന്നു, എല്ലാവരും വന്നു, ഇതിനോട് പങ്കെടുത്തു, എല്ലാ സ്ഥലത്തും ദീപങ്ങളായിട്ട് വന്നു. ഇതൊരു വലിയ വിജയമാക്കി, അല്ലെങ്കിൽ കേരളത്തിൻ്റെ ഒരു ഒരു ഹൈന്ദവ ഐക്യം അല്ലെങ്കിൽ ഒരു ശാക്തീകരണം നമുക്കിവിടെ കാണാൻ സാധിച്ചു എന്നുള്ളതാണ്. അപ്പോൾ ഇതിനെ നിലനിർത്തുക, ഇതിനെ മുന്നോട്ട് കൊണ്ടുപോവുക. എനിക്ക് തോന്നുന്നു ഇത്രയും വർഷക്കാലം മുടങ്ങി കിടന്നിട്ട് ഇത് വീണ്ടും ആരംഭിക്കുമ്പോൾ അതിൽ ഭാഗമാവാൻ ഭാഗ്യം ലഭിച്ചവരാണ്. അതെ, നമ്മളെ തലമുറയ്ക്കാണ്, കാരണം കഴിഞ്ഞ തലമുറയ്ക്കൊന്നും പറ്റിയിട്ടില്ല. അപ്പോൾ നമുക്ക് കിട്ടിയൊരു ഭാഗ്യം വളരെ വലുതാണ്. അപ്പോൾ ഇത് തുറന്നും ഇതേപോലെ എല്ലാ വർഷവും എങ്ങനെയാണോ പണ്ട് മഹാമാഘം നടന്നത് അതേപോലെ തന്നെ ഒരു സംവിധാനത്തിലേക്ക് ഈ തിരുനാവായ മണപ്പുറം മാറും. നമുക്ക് പ്രയാഗരാജ് കുംഭമേളയ്ക്ക് സമാനമായ ഒരു മഹാമാഘം ഇവിടെ കാണാൻ സാധിക്കും. അടുത്ത വർഷത്തേക്കുള്ള തയ്യാറെടുപ്പുകൾ ഇന്ന് തന്നെ തുടങ്ങേണ്ടതാണ്. കാരണം ഇപ്പം നമുക്ക് മനസ്സിലായി എന്തൊക്കെ ബുദ്ധിമുട്ടുകൾ വരാൻ സാധ്യതയുണ്ട്, എത്രത്തോളം ആൾക്കാർ വരുന്നുള്ളതൊക്കെ. കാരണം ഈ പ്രാവശ്യം നമുക്ക് സംഘാടകത്വത്തിൻ്റെ മെച്ചം കൊണ്ടല്ല, ആൾക്കാർ വന്ന അവരെ സംയമനം കൊണ്ടും അവരുടെ ക്ഷമ കൊണ്ടും ഒക്കെയാണ് ഇത് ഇത്രയും വിജയിച്ചത്. എല്ലാവരും ഇത് മനസ്സിലാക്കി പ്രവർത്തിച്ചെന്നുള്ളതാണ്. എല്ലാവരോടും നന്ദിയാണ് ഈ സമയത്ത് പറയാനുള്ളത്. പ്രത്യേകിച്ച് ഇതിന് നെടുനായകത്വം വഹിച്ച, അത് കാണിച്ച ഒരു പ്രത്യേക സമയത്ത് ഇത് മുടങ്ങും എന്ന് തോന്നിയപ്പോൾ ഉത്സവം തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ ജഗന്നാഥൻ നടത്തും എന്ന് സിനിമയിൽ മോഹൻലാൽ പറയുന്നത് പോലെ മഹാമകം തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ നടത്തും എന്ന് പറയാൻ ആർജവം കാണിച്ച മഹാമണ്ഡലേശ്വർ അദ്ദേഹത്തിൻ്റെ ആ വാക്കിന് ശക്തി പകർന്നുകൊണ്ട് കേരളത്തിലെ എല്ലാവരും ഒരുമിച്ച് ചേർന്ന്, എല്ലാ സന്യാസി സംഘങ്ങളും സാമുദായിക സംഘടനകളും എല്ലാവരും കൂടി ഒരുമിച്ച് ചേർന്ന് ഒരു മഹാവിജയമാക്കി മാറ്റിയത്. രഥയാത്ര മുതൽ ഇന്ന് വരെയുള്ള കാര്യങ്ങൾ കേരളം ഏറ്റെടുത്ത് അതിഭംഗിയാക്കി വിജയിപ്പിച്ചിരിക്കുകയാണ്. ഇത് വലിയ ഒരു ഉണർവാണ്, സനാതന സംസ്കാരത്തിൻ്റെ ഒരു ഉയർത്തെഴുന്നേൽപ്പാണ്, ധർമ്മദേവതയുടെ ഒരു ഉയർത്തെഴുന്നേൽപ്പാണ്. അഭിമാനം എല്ലാവർക്കും ഇതിൽ വളരെയധികം ഉണ്ട്, നിറവുണ്ട് ഈ സമയത്ത്. എനിക്ക് തോന്നുന്നു നമ്മുടെ ആത്മീയ, നമുക്കറിയാം മഹാകുംഭമേളയ്ക്ക് ശേഷം ഭാരതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ വന്നു നമ്മൾ പറയാറുണ്ട്. ഒപ്പം അതുപോലെ തന്നെ ഇനിയിപ്പോൾ മാഘമേളയ്ക്ക് ശേഷം കേരളത്തിൽ ഒരുപാട് മാറ്റങ്ങൾ കേരളം മാറ്റം വന്നേ പറ്റൂ. ഈ ഭാരതം ഒരു ശരീരമാണ്, ഒരു ദേവതയാണ്. അതിൻ്റെ മൂലാധാര ചക്രമാണ് ഭാരത് കേരളം എന്ന് പറയുന്നത്. കാശ്മീരാണ് സഹസ്രാരം എന്ന് പറയുന്നത്. അപ്പം മൂലാധാരം നേരെയാൽ ബാക്കിയൊക്കെ നേരെയാവും. ഇത് ഭാരതത്തിൻ്റെ പരമവൈഭവത്തിലേക്കുള്ള യാത്രയുടെ ഭാഗമാണ്. അതിൽ കേരളവും ചേരുന്നത് മാത്രമേ ഉള്ളൂ. സമാനമായ ആധ്യാത്മിക മുന്നേറ്റങ്ങൾ ഭാരതം മുഴുവൻ നടക്കുന്നുണ്ട്. അയോധ്യ നമ്മൾ കണ്ടു, കാശി അതുപോലെ ആവാൻ പോകുന്നു. അപ്പോൾ എല്ലാ സ്ഥലങ്ങളും ഇതുപോലെ ഒരു മുന്നേറ്റം, പഴയ ഭാരതം, ലോക ഗുരുവായിരുന്ന ഭാരതം, ആ അവസ്ഥയിലേക്ക് ഭാരതം എത്തിച്ചേരുന്ന നാളുകൾ നമുക്കൊക്കെ കാണാൻ സാധിക്കും എന്നുള്ളതാണ്. അതിൻ്റെ ഒരു ഭാഗമാണ് കേരള കുംഭമേളയും. എന്തായാലും ഒരുപാട് നന്ദി, ഒരുപാട് സന്തോഷം.